ലോകത്തിലെ ഏറ്റവും മൂർച്ചയുള്ള കത്തി രക്തച്ചൊരിച്ചിലില്ലാതെ കൊല്ലുന്ന നാവാണ്. വാക്കുകളും ഭാഷയും നമ്മുടെ ഉപകരണവും നമ്മുടെ ബലഹീനതയുമാണ്. ശരിയായ ചിന്തയോടെ ശരിയായ സംസാരം ശരിയായ സ്ഥലത്താണെങ്കിൽ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ കഴിയും. എന്നാൽ അതിന് വിപരീതമായാൽ അത് മനുഷ്യ ജീവിതത്തെ നരകമാക്കും. ബുദ്ധൻ തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഉപദേശങ്ങളാണിവ. അമിതമായി സംസാരിക്കുന്ന ആളുകൾ പലപ്പോഴും കള്ളം പറയുകയും മറ്റുള്ളവരെ വിമർശിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ പോലും അവരെ സ്നേഹിക്കാത്തതും ഒഴിവാക്കുന്നതും. ഒരു ജോലി കൊടുത്താൽ കുറച്ചു സംസാരിക്കുകയും ആ ജോലിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ശ്രദ്ധയോടെ മാത്രം ചെയ്യുന്നവരെ എല്ലാവരും ബഹുമാനിക്കുന്നു. വാസ്തവത്തിൽ അമിതമായി സംസാരിക്കുന്നവരുടെ ചിന്തകൾ സ്ഥിരമോ ദൃഢമോ അല്ല. അവരുടെ തലച്ചോറ് ചഞ്ചലമാണ്. ചഞ്ചലമായ മനസ്സുള്ള ആളുകൾക്ക് ഒരിക്കലും ഒരു ജോലിയിലും വിജയിക്കാൻ കഴിയില്ലെന്ന് ഓർമ്മിക്കുക. നമുക്ക് കഥയിലോട്ട് പോകാം. ഒരിക്കൽ ചൈനയിലെ ഒരു ഗ്രാമത്തിൽ ഒരു ബുദ്ധസന്യാസി ജീവിച്ചിരുന്നു. പലരും അദ്ദേഹത്തെ കാണുവാൻ ആശ്രമത്തിൽ പോകുമായിരുന്നു. അങ്ങനെയിരിക്കെ അവിടുത്തെ രാജാവ് അദ്ദേഹത്തെ കാണുവാൻ ചെന്നു. അദ്ദേഹം സന്യാസിയോട് പറഞ്ഞു, ജീവിതത്തിൽ ഒരുപാട് സമ്പത്തും ആഡംബരവും പ്രശസ്തിയും സന്തോഷത്തിന്റെ എല്ലാ ഘടകങ്ങളും ഉണ്ടെങ്കിലും മനസ്സിൽ ഒരുപാട് അസ്വസ്ഥതകൾ ഉള്ളതായി തോന്നുന്നു. മനസ്സിന് തീരെ വിശ്രമമില്ലാതെയായിരിക്കുന്നു. എന്തായിരിക്കും ഗുരുദേവ ഇങ്ങനെയൊരവസ്ഥ? സന്യാസി പറഞ്ഞു, ഇതിന്റെ ഉത്തരം താങ്കളുടെ ഉള്ളിൽ തന്നെയുണ്ട്. എന്നാൽ അത് സ്വയം കണ്ടെത്തണം. താങ്കൾക്ക് ഞാൻ പറയുന്നൊരു ജോലി ചെയ്യാൻ കഴിയുമോ? അപ്പോൾ അങ്ങയുടെ മനസ്സിൽ ഒരു അസ്വസ്ഥതയും ഉണ്ടാകില്ല. രാജാവ് ആവേശത്തോടെ അതറിയാൻ ആഗ്രഹിച്ചു. ദയവായി പറഞ്ഞാലും ഗുരുദേവ. അടുത്ത 7 ദിവസം താങ്കൾ ഈ ആശ്രമത്തിൽ ഒരു ലളിതമായ ജീവിതം നയിക്കണം. ഈ 7 ദിവസങ്ങൾ താങ്കൾ ആരോടും സംസാരിക്കാതിരിക്കണം. ഒറ്റയ്ക്ക് ഏകാന്തതയിൽ ഈ ആശ്രമത്തിൽ കഴിയണം. രാജാവ് സമ്മതിച്ചു. ആദ്യ ദിവസം രാജാവ് കൂടുതൽ അസ്വസ്ഥനായി. കാരണം ഇതുവരെ അദ്ദേഹം നിശബ്ദനായി ഒറ്റയ്ക്കിരുന്നിട്ടില്ല. ആയിരക്കണക്കിന് ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലുയർന്നു. ഈ സാധാരണ ആശ്രമ ജീവിതം അദ്ദേഹത്തിന് സുഖം തോന്നിയില്ല. അവിടെയുണ്ടായിരുന്ന പലരോടും അദ്ദേഹത്തിന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ ഗുരുദേവന്റെ വാക്കുകൾക്കനുസൃതമായി അദ്ദേഹം ദിവസം മുഴുവൻ നിശബ്ദനായി. എങ്ങനെയോ അദ്ദേഹം ഒരു ദിവസം തീർത്തു. രണ്ടാമത്തെ ദിവസം ആദ്യമുണ്ടായിരുന്ന പ്രയാസങ്ങളെക്കാൾ കുറച്ചു കുറവായിരുന്നു. അന്നു രാത്രിയിൽ അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാത്തൊരു സുഖവും സന്തോഷവും തോന്നിത്തുടങ്ങി. രാജാവിന്റെ അസ്വസ്ഥമായ മനസ്സ് അല്പം മങ്ങാൻ തുടങ്ങി. അത് അദ്ദേഹത്തിന് അത്ഭുതമുണ്ടാക്കി. അടുത്ത ദിവസം ഏകാന്തതയിലിരിക്കുമ്പോൾ ചെടികളും പൂക്കളും ആകാശത്തിൽ പറന്നുകൊണ്ടിരുന്ന പക്ഷികളെയും അദ്ദേഹം ശ്രദ്ധിച്ചു. ആദ്യമായാണ് അദ്ദേഹം പ്രകൃതിയെ കാര്യമായി നിരീക്ഷിക്കുന്നത്. പ്രകൃതി എത്ര മനോഹരമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ 3-4 ദിവസങ്ങൾ കടന്നുപോയി. ആ ഏകാന്തതയിൽ അദ്ദേഹം പോലും അറിയാതെ കണ്ണുകളടച്ച് സ്വയം ധ്യാനം ചെയ്യാൻ തുടങ്ങി. വിഷമങ്ങളില്ല, വാക്കുകളില്ല. രാജാവ് ഒരു മനോഹരമായ വികാരത്താൽ വീർപ്പുമുട്ടി. ബാക്കിയുള്ള ദിവസങ്ങൾ ധ്യാനത്തിൽ ചെലവഴിച്ച ശേഷം അദ്ദേഹം ഗുരുവിന്റെ മുന്നിൽ ചെന്നു. അദ്ദേഹം സന്യാസിയെ വണങ്ങി. ഗുരുദേവ, ഒരുപാട് നന്ദി. എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സ് ഇത്ര വിശ്രമമില്ലാതെയായത്? എന്തുകൊണ്ടാണ് എന്നിൽ ഇത്രയധികം അസ്വസ്ഥതയുണ്ടായത് എന്നതിന് എനിക്ക് ഉത്തരം ലഭിച്ചു. താങ്കൾക്ക് എന്ത് ഉത്തരമാണ് ലഭിച്ചത്? രാജാവ് പറഞ്ഞു, ഞാൻ ഒരുപാട് സംസാരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ജനങ്ങളോട് അനാവശ്യമായി സംസാരിക്കുകയും എൻ്റെ ഊർജം അതിലൂടെ പോവുകയും കൂടാതെ ആ വാക്കുകളെക്കുറിച്ചോർത്ത് ചിന്തിക്കുകയും ചെയ്യും. അപ്പോഴെൻ്റെ മനസ്സ് അസ്വസ്ഥമാകും. എൻ്റെ തലച്ചോറ് വിശ്രമമില്ലാതെയാകും. ഇതിൻ്റെ ഫലമായി എനിക്ക് എൻ്റെ ജോലി ശരിയായി പൂർത്തിയാക്കാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഞാൻ പരാജയപ്പെടും. ഈ 7 ദിവസങ്ങളിൽ എൻ്റെ ജീവിതം തെറ്റായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി. ഈ ദിവസങ്ങൾ എൻ്റെ ജീവിതം ശരിക്കും മാറ്റിമറിച്ചു. കൂടാതെ ധ്യാനം കഷ്ടപ്പെട്ട് ചെയ്യേണ്ടതില്ലെന്ന് മനസ്സിലാക്കി. അത് നമ്മൾ അറിയാതെ സംഭവിക്കുന്ന ഒന്നാണ്. സ്ഥിരതയോടെയും ശാന്തമായും നിശബ്ദമായും ഇരിക്കുമ്പോൾ ധ്യാനം നമ്മൾ അറിയാതെ സംഭവിക്കുമെന്നും ഞാൻ മനസ്സിലാക്കി. ഒരാളുടെ ഏറ്റവും വിലയേറിയ കാര്യം സ്വയം അറിയുക എന്നതാണ്. ഇതെല്ലാം കേട്ട് ഗുരുദേവൻ പറഞ്ഞു, താങ്കൾ മാത്രമല്ല മിക്ക ആളുകളും ആവശ്യത്തിലധികം സംസാരിക്കുകയും അതിനാൽ അവരുടെ മനസ്സ് വിശ്രമമില്ലാതെയുമാകുന്നു. പരോക്ഷമായി അവരുടെ ജീവിതം നശിപ്പിക്കുകയും ചെയ്യുന്നു. നിശബ്ദത നമ്മുടെ വാക്കുകളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും നമ്മുടെ മനസ്സിന് സമാധാനം നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രയോജനകരമായ സന്ദർഭങ്ങളിൽ മാത്രം സംസാരിക്കുക. അതായിരിക്കും നമുക്കും മറ്റുള്ളവർക്കും നല്ലത്. ചിലർ നമ്മളെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കാൻ ശ്രമിക്കും. എന്നാൽ നമ്മൾ അതിലൊന്നും കാര്യമായി പ്രതികരിക്കാതിരുന്നാൽ അവരുടെ മനസ്സായിരിക്കും വിശ്രമമില്ലാതെയാവുക. അവർക്കായിരിക്കും അസ്വസ്ഥതയുണ്ടാവുക. എപ്പോൾ എവിടെ എന്തിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് ഒരു വ്യക്തി മനസ്സിലാക്കിയാൽ അവന്റെ വ്യക്തിത്വം ഏറ്റവും ആകർഷകമാകും. ഒരിക്കൽ ബുദ്ധനോട് ഒരാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ മിക്കപ്പോഴും നിശബ്ദത പാലിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉള്ളിൽ ആഴ്ന്നിറങ്ങാൻ വേണ്ടിയാണ് ഞാൻ നിശബ്ദനായിരിക്കുന്നത്. കാരണം നിശബ്ദതയാണ് സ്വയം അറിയാനുള്ള ആദ്യ പടി. മിക്ക സമയത്തും നിശബ്ദത പാലിക്കാനും കുറച്ചു മാത്രം സംസാരിക്കാനും ബുദ്ധൻ മറ്റുള്ളവരെ ഉപദേശിച്ചിരുന്നു. ആളുകൾ നിശബ്ദരാകുമ്പോൾ വഴക്കുകൾ കുറയുന്നു, അസ്വസ്ഥത കുറയുന്നു, തർക്കങ്ങൾ കുറയുന്നു. വളരെയധികം സംസാരിക്കുന്ന ആളുകൾ പലപ്പോഴും ഒരു ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പാടുപെടുന്നു.
നമ്മുടെ ഇന്നത്തെ തിരക്കേറിയ ലോകത്ത് ദീർഘനേരം നിശബ്ദത പാലിക്കുന്നത് ബുദ്ധിമുട്ടാണെന്നറിയാം. പക്ഷേ നിശബ്ദതയ്ക്കായി ദിവസവും 1-2 മണിക്കൂർ നീക്കിവെക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റമുണ്ടാക്കും. അതിലൂടെ നിങ്ങൾക്കൊരു പ്രത്യേകതരം ശാന്തത ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കാനും കൂടുതൽ ഫലപ്രദമായി ആശയവിനിമയം നടത്താനും കൂടുതൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കാനും നിശബ്ദത നമ്മെ സഹായിക്കും. അതിനാൽ അമിതമായി സംസാരിച്ച് നമ്മുടെ നിശബ്ദതയെ സ്വയം തകർക്കാതിരിക്കുക. നമുക്ക് ചൈതന്യമില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രവൃത്തിയിലും വിജയിക്കാൻ കഴിയില്ല.